കർക്കിടക മാസം വറുതിയുടേത് മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന് കൂടിയുള്ളതാണ്. നമ്മുടെ മുൻ തലമുറകൾ പഞ്ഞമാസക്കാലത്തെ ആരോഗ്യം നന്നാക്കാനുള്ള പഥ്യനാളുകളായാണ് കണ്ടിരുന്നത്. ആയുർവേദത്തിലൂടെയും നാട്ടുവൈദ്യത്തിന്റെ വഴികളിലൂടെയും ജീവിത ആരോഗ്യം നിലനിർത്തിയ പൂർവ്വപിതാക്കളുടെ പാരമ്പര്യത്തെ വീണ്ടെടുക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇക്കുറി ചെയ്യുന്നത്. കണ്ണൂർ നഗരത്തിലെ താണയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ കർക്കിടക ചികിത്സയുടെ ഭാഗമായാണ് ഔഷധക്കഞ്ഞി വിതരണം ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്നത്. നാടൻ ചട്ടിയിൽ പ്ലാവില കൊണ്ട് മുക്കിക്കോരി കുടിക്കുന്ന ഔഷധക്കൂട്ടുകളുള്ള കഞ്ഞിയാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത്. ശരീരത്തിന് ഏറെ പ്രതിരോധശേഷിയും ഗുണവും പ്രദാനം ചെയ്യുന്ന ഔഷധക്കൂട്ടുകളാണ് ഇതിന്റെ ചേരുവകൾ. കർക്കിടക മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലാണ് ഔഷധക്കഞ്ഞിയുടെ വിതരണം ആയുർവേദ ആശുപത്രിയിൽ നടക്കുന്നത്. ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ദിവ്യ ജ്യോതിസ് പല മേഖലകളിലും പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭാഗമായാണ് ഈ കഞ്ഞി. രാവിലെ എന്റെ കഞ്ഞി പറഞ്ഞു വന്നത്, ഇത് ഒരു ആഘോഷം മാത്രമല്ല, ഇത് നമ്മുടെ ആരോഗ്യപരമായ പരിപാലനത്തിലുള്ള ആരോഗ്യരക്ഷണമായ ഒരു ശാസ്ത്രബോധത്തിന്റെ ഒരു ചിന്തയാണ്. ആയുർവേദ സ്ഥാപനത്തിലാണ്, കോളേജിലാണ്, ആയുർവേദ സ്ഥാപനത്തിലാണ് ഇതിന് പ്രാധാന്യം. ഇന്ന് നമ്മുടെ അത്യന്തം മാരകമായ എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മുടെ ജീവിത രീതിയും ഭക്ഷണപാത്രമാണ്. എല്ലാവരും ആയുർവേദത്തിൽ മാറണം നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ ആയുർവേദ ഔഷധങ്ങൾ കാർഷികം തന്നെ അത് കഴിക്കുന്നത് ഗുണകരമായി. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ OP കൗണ്ടറിൽ 200 ഗ്രാമിന് 50 രൂപ നിരക്കിൽ ആവശ്യക്കാർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും.